നമുക്കിന്ന് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹോട്ട് ചോക്ലേറ്റ് നോക്കിയാലോ. നമ്മൾ ഫ്രണ്ട്സൊക്കെ വെറുതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഇത്. എടുത്തു വച്ചിരിക്കുന്നത് മിൽക്ക് ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊക്കോ പൗഡർ, ബട്ടർ, ക്രീം ആൻഡ് കോൺഫ്ലോർ. നമുക്കൊന്ന് നോക്കിയാലോ ഇതുണ്ടാക്കിയിട്ട്. അപ്പോൾ തുടങ്ങാം. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചോട്ടോ, അപ്പോൾ അടി പിടിക്കത്തില്ല. മിൽക്ക് വേണ്ടത് ആക്ച്വലി 450 ml ആണ്, പക്ഷേ ഇതിപ്പോൾ ഒരു 250 ml ഞാൻ ഒഴിക്കുന്നുള്ളൂ. ബാക്കി 200 ml പതിയെ പാത്രങ്ങളൊക്കെ അങ്ങോട്ടും മാറുമ്പോൾ ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. കൊക്കോ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുവാണ്. ഷുഗർ 2.5 ടേബിൾ സ്പൂൺ വേണം. കോൺഫ്ലോർ ഒരു 1 ടേബിൾ സ്പൂൺ ഒരു പൊടിക്ക് മേലെ നിൽക്കുന്ന പോലെ കേട്ടോ. അത് ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചാലും മതി, സമയം കളയണ്ട. അപ്പോൾ ഞാനതാ പറഞ്ഞു, ബാക്കി പാലെടുത്ത് വെച്ചിരിക്കുന്നതേ ഈ ജാറുകളും പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ കഴുകി ഒഴിക്കാൻ യൂസ് ചെയ്യാം, വെറുതെ കളയണ്ടല്ലോ അത്. കോഫി ഫ്ലേവർ ഇഷ്ടമുള്ളവർ അതൊക്കെ ഒരു 1 പിഞ്ചോ 2 പിഞ്ചൊക്കെ യൂസ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ. ടോട്ടലി ഞാൻ 450 ml മിൽക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനൊന്ന് ഗ്യാസ് ഓൺ ചെയ്തു, പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. കരിയാതെ നോക്കണം, കോൺഫ്ലോറൊക്കെ അതിൻ്റെ പേരിൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും ബോയിലാവുമ്പോൾ നല്ല തിക്ക് ഫോമിൽ നമുക്ക് കിട്ടും. പ്ലസ് അത് നല്ല കുറുകി ഇങ്ങനെ വരും, കണ്ടോ ഈ സ്പൂണിലൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നോക്കി ഇത് അതിൻ്റെ ഒരു ഫോമിലേക്ക് വരുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് പിന്നെ ബോയിൽ ചെയ്ത് തുടങ്ങുമ്പോൾ ബബിൾസൊക്കെ വന്ന് തുടങ്ങത്തില്ലേ, അപ്പോൾ അതൊരു 2 മിനിറ്റ്സ് സിമ്മിലാക്കിയിട്ട് 2 മിനിറ്റ്സ് കൂടെ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഇടാം കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഓഫ് ചെയ്യുക കേട്ടോ. ബട്ടർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരമായിട്ട്, അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മെഷർമെൻറ്റ് ആഡ് ചെയ്യാം. ഒരുപാട് കാലറീസ് വേണ്ടെങ്കിൽ അത്ര ആഡ് ചെയ്യണ്ട കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പീസ് ആഡ് ചെയ്യുവാണ്. തണുപ്പ് പോയിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഹോട്ട് ചോക്ലേറ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഹോട്ട് ഇത് കളയണ്ടെന്ന് വെച്ചിട്ടാണ്. KDDയുടെ തിക്ക് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ആയാലും യൂസ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ യൂസ് ചെയ്യുവാണ്. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം, കട്ട പിടിച്ചൊന്നും കിടക്കരുത്. ആൻഡ് താങ്ക് യു ശ്രീ. ചോക്ലേറ്റിൻ്റെ എക്സ്പെരിമെൻ്റൊക്കെ തുടങ്ങിയ കാലം ഒരു 7 വർഷം മുന്നേ ശ്രീയാണ് എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത്. ഞാനിവിടെ 2 സ്കൂപ്പ് ഐസ്ക്രീം എടുത്തു വെച്ചിട്ടുണ്ട്, വനില ഐസ്ക്രീം. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഹോട്ട് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് കഴിച്ചു നോക്കാം. ഹോട്ട് ചോക്ലേറ്റ് ഹഗിങ് വനില ഐസ്ക്രീം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം, ഈസിയാണ്, ഡെലീഷ്യസുമാണ്. ഇതിന് മേലെ ഞാൻ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്, ചുമ്മാ കടിക്കുമ്പോൾ നല്ല രസമല്ലേ. 2 കോയിൻ ചോക്ലേറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഡെലീഷ്യസ് ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഈവൻ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചോപ്പ് ചെയ്ത് അതിൻ്റെ മേലെ ഇട്ടാലും നല്ലതാട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി കാണുന്നവരേക്കും ബൈ ബൈ.